തൂറാൻ മുട്ടുമ്പോൾ പറമ്പന്വേഷിക്കാൻ പോയിട്ട് കാര്യമുണ്ടോ? പണ്ടത്തെ ഒരു കേസ് ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. കുറച്ച് ലെങ്തി വീഡിയോ ആണ്. നിങ്ങൾക്ക് ജീവിതം നമ്മുടെ കരപിടിപ്പിക്കാനുള്ളവർ ഇല്ലെങ്കിൽ ചിന്തിക്കുന്നവർ മാത്രം കണ്ടാൽ മതി. ഇതിന് മുമ്പും പോയിട്ടുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്. കുറച്ച് പണി പെടും എന്നുള്ളത് ഉറപ്പാണ്. ഇത് ഇൻഹ്യൂമൻ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കാര്യത്തിന് ഒരിക്കലും കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഹോം ഓഫീസിന് ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പുതിയ വന്നിട്ടുള്ള പ്രപ്പോസൽ നിയമമായി കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് സമയം അധികം വേണ്ടി വരും. ഇപ്പം നമ്മളിപ്പോൾ കറുപ്പ്, അവർ വെളുപ്പ്, മറ്റൊരു ബ്രൗണ് എന്ന് പറയുന്ന പോലെ ഇവിടെ വേറൊരു തരം റേസിസമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാന മുഹമ്മദ് ഒന്ന് വിറക്കും. എല്ലാം ഒടുങ്ങിയിട്ട് തുടങ്ങിയാൽ മതിയോ, അതോ ഇനി ഒടുങ്ങാൻ വേണ്ടി കാത്തിരിക്കണോ? ഇപ്പോൾ പലരും പറയുന്നത്, ഇല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട്, ഇതൊരു പ്രപ്പോസലാണ്. ഈ പ്രപ്പോസൽ നിയമമാകാൻ ഇനിയും സമയമുണ്ട്. നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, ഈ പറയുന്നവർക്ക് എത്രത്തോളം അറിയുമെന്ന് എനിക്കറിയില്ല. ഇതിനു മുമ്പ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും നിയമം ഇവിടെ നിലവിൽ വരാതെ ഇരുന്നിട്ടുണ്ടോ? അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ നിയമങ്ങൾ താഴ്ത്തു നിൽക്കാൻ വേണ്ടി ചെയ്യുക. പിന്നെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ഏത് ഗ്രൗണ്ടിൽ ഇത് ഡിഫെൻഡ് ചെയ്യും എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഇതേപോലുള്ള നിയമങ്ങൾ ഏതൊക്കെ ഗ്രൗണ്ടിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ 8 ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൗണ്ടിൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം, അതിനുവേണ്ടി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ആവാം, നമ്മൾ എന്തൊക്കെ നോക്കാം. തീർച്ചയായിട്ടും എല്ലാം അവസാനിച്ചിട്ട് നമുക്ക് തുടങ്ങാമെന്ന് കാത്തിരിക്കുന്നവർ വീഡിയോ കാണണ്ട. അതല്ല, നമുക്ക് മുന്നേ തന്നെ റെഡി ആവണം. മുന്നേത്തെ നിയമങ്ങൾ പോലെ കാത്തിരുന്ന് നമ്മുടെ കാലിൻ്റെ അടിയിൽ മണ്ണ് ഒലിച്ചു പോകുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്തവർ കയറി വരിക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. സ്വാഗതം. യെസ് ഗായ്സ്, തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ എല്ലാം ഒടുങ്ങിയിട്ട് തുടങ്ങിയാൽ മതി എന്ന് പറയുന്ന കുറേ ആൾക്കാർ ഞാൻ ഈ അടുത്ത് കണ്ടു. മോട്ടിവേഷൻ എന്ത് പറയാൻ, എല്ലാ സമയത്തും നമുക്ക് മോട്ടിവേഷൻ തരാൻ ആൾക്കാരുണ്ടാവും. നല്ലതാ മോട്ടിവേഷൻ. അപ്പോൾ അതിൽ ഏതൊരു സിനിമയിൽ ഒരു ഡയലോഗ് പറയുന്ന പോലെ, കഴിവില്ലാത്തവൻ്റെ അടുത്ത് കഴിവില്ല എന്ന് തന്നെ പറയണം. അല്ലാതെ കഴിവുണ്ട് എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് അവസാനം വന്ന് കുഴി ചാടിപ്പിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവൻ തന്നെ വന്ന് പറയും, എടാ നാറി, നിനക്ക് അന്നേ പറയില്ലേ ഇത് വരും, ഈ നിയമം വരും എന്നുള്ളത്, പിന്നെ നിങ്ങൾ എന്ത് കൊണ്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തു എന്ന് ചോദിക്കാൻ ഒരു സാഹചര്യം അവന്മാർ വരുത്തും, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വരുത്തും. ഒരുപാട് ആളുകളുടെ ആഗ്രഹപ്രകാരം നമ്മളൊരു പരിപാടിയായിട്ട് ഇറങ്ങുക. നെക്സ്റ്റ് വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് വീഡിയോ ആണ്. നിങ്ങൾ ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. ഇത് അവൻ്റെ ഉത്തരവാദിത്വമാണ്, ഇത് ഇവൻ്റെ ഉത്തരവാദിത്വമാണ്. നമുക്ക് മിണ്ടാതിരിക്കാം, കാത്തുകൊണ്ടിരിക്കാം. ഇനി അവർ ചെയ്തോളും, ഇവർ ചെയ്തോളും. മറ്റുള്ള സംസ്ഥാനങ്ങളില്ലേ, ഇപ്പോൾ തമിഴന്മാരാവട്ടെ, അല്ലെങ്കിൽ തെലുങ്കന്മാരാവട്ടെ, നോർത്ത് ഇന്ത്യൻസ് ആവട്ടെ, അവർക്കൊരു യൂണിറ്റി ഉണ്ട്. അവർ ഈ ഒരു കാര്യം ഒറ്റക്കെട്ടായിട്ട് നേരിടുമ്പോൾ മലയാളികൾ വല്ലവരും ചെയ്യട്ടെ, അവൻ ചെയ്തിട്ട് വരട്ടെ, ഇവൻ ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് മലയാളികളുടെ കൂടെ, ഇല്ലെങ്കിൽ മലയാളികൾക്ക് വേണ്ടി ആരും ഇറങ്ങാത്തത് എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു ചെറിയൊരു മീറ്റിംഗ് ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവർക്കും പേടി, മലയാളികൾ ഒരുമിച്ച് നിൽക്കുമെന്നുള്ളത്. തീർച്ചയായിട്ടും എനിക്കും പേടിയുണ്ട്, ഓപ്പണായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ യൂണിസൺ എന്ന സംഘടന ഹോം സെക്രട്ടറിയെ കാണാനായിട്ട് പാർലമെൻറ്റിൽ പോകുന്നു. അതിൻ്റെ ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സാഹചര്യത്തിൽ, ഈ ഒരു പ്രപ്പോസൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ 15 വർഷം PR കാലാവധി ആകും എന്നുള്ള സാഹചര്യത്തിൽ ഹോം സെക്രട്ടറി കാണുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതേപോലെ നമ്മളിപ്പോൾ മലയാളി കമ്മ്യൂണിറ്റീസ് പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് നമ്മളും ഈ വരുന്ന സമയങ്ങളിൽ ഹോം സെക്രട്ടറിയുടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇത്ര നാൾ MP മെയിൽ അയച്ച് കളിച്ചുകൊണ്ടിരുന്ന സാഹചര്യം നമ്മളിനി മാറ്റി MP നേരിട്ട് ചെന്ന് കാണാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇപ്പം ഞാൻ തീർച്ചയായിട്ടും മാഞ്ചസ്റ്റർ ഏരിയയിൽ കോർഡിനേറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. പക്ഷേ ഇവിടെയുള്ള മലയാളികൾ റെഡിയാവുമോ, മലയാളികൾ വരുമോ എന്നുള്ള ചോദ്യം എനിക്കുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആരും മിസ്സാക്കരുത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. എന്നെക്കൊണ്ട് പറ്റുന്നത് മുന്നിൽ തന്നെ നിന്നിട്ട്, വീഡിയോ ചെയ്ത് റൂമിനകത്തിരിക്കാനല്ല, മുന്നിൽ തന്നെ നിന്നിട്ട് ഞാൻ ചെയ്യും. നിയമങ്ങൾ വന്നിട്ട് നമുക്ക് ചിന്തിക്കാം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, 2021 വന്നവർ, അതിൽ ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ ഈ 2026 ആദ്യ ഘട്ടങ്ങളിൽ തന്നെ PR അപ്ലൈ ചെയ്യേണ്ട സാഹചര്യമുണ്ട്. 2022 വന്നവർക്ക്, അതിന് ശേഷം, അങ്ങനെ ഓരോരുത്തർക്കായിട്ട് അതിൻ്റെ ബാക്ക് ടു ബാക്ക് വന്നു. നിങ്ങൾ ഈ നിയമങ്ങൾ വന്ന ശേഷം നിങ്ങൾ ഇതിനെ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ, ഇല്ലെങ്കിൽ ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഗ്രൗണ്ടിൽ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാനായിട്ട് തയ്യാറാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു സംഭവം എന്താണെന്നറിയാതെ നിങ്ങൾ എങ്ങനെ പോയി ഡിഫെൻഡ് ചെയ്യും? ഇപ്പം നിങ്ങൾ പോയി ഒരു സോളിസിറ്ററിനെ കണ്ടു, വലിയ ചാർജാണ് സോളിസിറ്ററിന്. നിങ്ങൾ പോയി ഒരു ബാരിസ്റ്ററിനെ എടുത്തു, ബാരിസ്റ്റർ ഒരു മണിക്കൂറിനും ഇല്ലെങ്കിൽ ഒരു സിറ്റിങ്ങിനും ചിലപ്പോൾ 5000 തൊട്ട് അതിൻ്റെ മേലേക്കുള്ള ചാർജുകളാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്നും അറിയാതെ നിങ്ങൾ എങ്ങനെ പോയി ചാടും? ഇത് ഏതെങ്കിലും ആളുകൾ പറഞ്ഞു തന്നിട്ടുണ്ടോ?
ഇല്ല, പറഞ്ഞു തന്നിട്ടില്ല. തീർച്ചയായിട്ടും ഇവിടെ ILR 10 വർഷമാക്കുന്നതും 15 വർഷമാക്കുന്നതും എല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഈ നേഴ്സസും ടീച്ചേഴ്സും ഈ പറഞ്ഞ അവർക്ക് പ്രശ്നമല്ലെങ്കിൽ 5 ഇയേഴ്സിലേക്ക് ആവുമെങ്കിലും അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസിന് തീർച്ചയായിട്ടും 10 ഇയേഴ്സിലേക്ക് തന്നെ ആവും. 10 ഇയേഴ്സ് തന്നെയാണ് അവർക്ക് അതിനകത്തേക്ക്, അതിനൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരുപാട് നേഴ്സുമാർ രാജ്യം വിടാനായിട്ട് തയ്യാറാവുന്നു എന്നുള്ളത് RCN കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ നിയമമാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നേഴ്സിന് PR കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഹസ്ബൻഡും കൂടി വേണ്ടേ, എങ്കിലല്ലേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പുറത്തെ രാജ്യം ഓസ്ട്രേലിയ അത് പ്രൊവൈഡ് ചെയ്യുന്നു. ഹസ്ബൻഡിനും വൈഫിനും എല്ലാവർക്കും PR പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകുന്നവർ പോട്ടെ. ഇവിടെ നമ്മളെപ്പോലുള്ള സ്കിൽഡ് വർക്കേഴ്സ്, ഹെൽത്ത് കെയർ വർക്കേഴ്സ് നമ്മൾ എങ്ങോട്ട് പോകുമല്ലയ്യ, എങ്ങോട്ട് പോകാനില്ല. സോ നമ്മൾ ഡിഫെൻഡ് ചെയ്തേ പറ്റുള്ളൂ. സോ അധികം വലിച്ചു കിട്ടുന്നില്ല. നമ്മൾ ഇന്ന് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പഠിക്കുവാണ്. ഓക്കെ, ഹ്യൂമൻ റൈറ്റ്സിൽ ഇതിനു മുമ്പ് ഇതേപോലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ടോ? ഈ കേസുകൾ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്തിരിക്കുന്നത്? അതിൽ എത്രത്തോളം വിജയിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് അറിയണ്ടേ? ഇതിനുള്ളൊരു പോസിബിലിറ്റീസ് അറിയണ്ടേ? തീർച്ചയായിട്ടും ഷബാന മഹമ്മൂദ് ഒന്ന് വേർക്കും, ഹോം സെക്രട്ടറി ഒന്ന് വേർക്കും ഈ ഒരു നിയമം നടപ്പിലാക്കി കഴിഞ്ഞ് ഇതിനെ തടയിടാൻ. കാരണം ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നിടത്തോളം കാലം കോർട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അനുകൂല വിധികൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് തെളിവുകളും ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് ഈ ഹ്യൂമൻ റൈറ്റ്സിനെ ഇല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്ന് അറ്റ്ലീസ്റ്റ് നമുക്ക് ബോധവാന്മാരായിരിക്കണ്ടേ? ആയിരുന്നേ പറ്റൂ. വല്ലവരും ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ പുറകെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ ചെയ്ത് പൊടിയും തട്ടിപ്പോവും. ഒരാളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. ഞാൻ പറയും, ഞാൻ ഉള്ളതൊക്കെ മുഖത്ത് നോക്കി പറയും, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പുതിയ വന്നിട്ടുള്ള പ്രപ്പോസൽ നിയമമായി കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് സമയം അധികം വേണ്ടി വരും. നിയമം ആകുന്നതിന് മുമ്പ് ഒരു ഡിഫെൻസീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ MP മാരെ മീറ്റ് ചെയ്യുക, ഹോം സെക്രട്ടറിയെ മീറ്റ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ നമ്മളൊരു ഫോറം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ കെയർ ഹോമുകളായിട്ട് സംസാരിക്കുക. അത് വരുന്ന വീഡിയോയിൽ ഞാൻ പറയാം. ഇപ്പം നമ്മൾ അതിനകത്ത് കടക്കുന്നില്ല. ഓക്കെ, ടു ഡിഫെൻഡ് അഗെയിൻസ്റ്റ് അൺഫെയർ പ്രപ്പോസൽ ഇൻ UK court using human rights arguments, you must establish that a public authority to involve and their proposal or decision would breach your rights under Human Rights Act 1998. Yes, Human Rights Act 1998 പ്രകാരമാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത്. അത് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതിനകത്ത് നമ്മൾ ഏതൊക്കെ മേഖലയിൽ, ഇതിനകത്ത് ഈ ഒരു പ്രപ്പോസലിനകത്ത് വളരെ റേസിസം നിറഞ്ഞിട്ടുള്ള പ്രപ്പോസലാണ്. അതായത് നേഴ്സുമാരെയും ടീച്ചർമാരെയും ഡോക്ടർമാരെയും അവർ വേറെ ഏതൊരു യൂണിവേഴ്സിൽ നിന്ന് വന്നു. ഇപ്പം നമ്മളിപ്പോൾ കറുപ്പ്, അവർ വെളുപ്പ്, മറ്റൊരു ബ്രൗണ് എന്ന് പറയുന്ന പോലെ ഇവിടെ വേറൊരു തരം റേസിസമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്കാ പറഞ്ഞാൽ റേസിസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇവിടെ അൺസ്കിൽഡ്, ലോ സ്കിൽഡ് എന്ന് പറഞ്ഞ് റേസിസത്തിനൊപ്പം ഡിസ്ക്രിമിനേഷനും ഉണ്ട് ഇതിനകത്ത്. തീർച്ചയായിട്ടും ഈ ഡിസ്ക്രിമിനേഷനും നമ്മൾ ഫയൽ ചെയ്യും. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, അൺഫെയർ ആയിട്ടുള്ള ഒരു പ്രപ്പോസലാണ്. മറ്റവർക്ക് 15 വർഷം, ഇവർക്ക് 5. ഇവരെല്ലാവരും ഒരേ നിയമത്തിൻ്റെ കൊടക്കീഴിൽ വന്നവരായിരുന്നു. ആ സമയത്ത് എല്ലാവർക്കും വിസ വന്നവരുടെ എല്ലാം വിസ എടുത്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു ലെറ്റർ വന്നിട്ടുണ്ടാവും. ലെറ്ററിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും നിങ്ങളുടെ റൂട്ട് 5 ഇയർ സെറ്റിൽമെന്റ് റൂട്ടാണെന്നുള്ളത്. ഒരാൾക്കും തടയാൻ പറ്റില്ല ആ കാര്യം. ഓക്കെ, അത് ഓൾറെഡി തന്നു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ കഥകൾ ഒരുപാട് കഥ പറയാനുണ്ട്, അത് ഞാനിവിടെ വലിച്ചു നീട്ടുന്നില്ല. ഓക്കെ, നമ്മൾ ആർട്ടിക്കിൾ 6 ദ റൈറ്റ് ടു ഫെയർ ട്രയൽ എന്നുള്ള രീതിയിലും, ആർട്ടിക്കിൾ 8 ദ റൈറ്റ് ടു റെസ്പെക്ട് ഫോർ പ്രൈവറ്റ് ആൻഡ് ഫാമിലി ലൈഫ് എന്നുള്ളതും, ആർട്ടിക്കിൾ 14 പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ എന്നുള്ള രീതിയിലും, പിന്നെ other റൈറ്റ്സ് ഉണ്ട് സച്ച് ആസ് ആർട്ടിക്കിൾ 3 പ്രൊഹിബിഷൻ ഓഫ് ടോർച്ചർ ഇൻഹ്യൂമൻ ട്രീറ്റ്മെന്റ് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇത് പക്കാ ടോർച്ചറാണ്, ഇത് ഇൻഹ്യൂമൻ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കാര്യത്തിന് ഒരിക്കലും കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഹോം ഓഫീസിന് ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഇപ്പോൾ സ്കിൽഡ് വർക്കർ വിസയിൽ നിൽക്കുന്ന ഓരോരുത്തരും അവർക്ക് അവരുടെ വിസയിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് 5 ഇയർ സെറ്റിൽമെന്റ് റൂട്ട് എന്നുള്ളതാണ്. ഈ 5 ഇയർ സെറ്റിൽമെന്റ് റൂട്ടിൽ വന്നവർ അവർ PR ആകുന്നതിന് മുമ്പ്, അവരുടെ PR ആകുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെയുള്ള നിയമങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു കേസ് ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. കുറച്ച് ലെങ്തി വീഡിയോ ആണ്. നിങ്ങൾക്ക് ജീവിതം നമ്മുടെ കരപിടിപ്പിക്കാനുള്ളവർ ഇല്ലെങ്കിൽ ചിന്തിക്കുന്നവർ മാത്രം കണ്ടാൽ മതി.
അല്ലാത്തവർ വല്ലവരും ചെയ്ത് നോക്കി കണ്ടുകൊണ്ടില്ലെങ്കിൽ വല്ലവരും പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ പൊക്കോളൂ, കുഴപ്പമില്ല, ഞാൻ ഇത് പറയുവാണ്. ഓക്കെ, യാ, പബ്ലിക് അതോറിറ്റി ഈസ് ഇൻവോൾവ്. നമുക്ക് ഇതിനകത്ത് കുറച്ചൊരു ഫോറം ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ പബ്ലിക് അതോറിറ്റീസ് ഉണ്ട്, വിച്ച് ഇൻക്ലൂഡ്സ് കോർട്ട്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ലോക്കൽ കൗൺസിൽസ്, പോലീസ് ആൻഡ് NHS ട്രസ്റ്റ്. തീർച്ചയായിട്ടും നമ്മൾ വർക്ക് ചെയ്യുന്ന ഓരോ ഓർഗനൈസേഷൻസിനും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന കെഹോം ആവട്ടെ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി ആവട്ടെ, വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ്സ് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈസിയാണ്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് നമ്മൾ വരും. ഓക്കെ, സീക്ക് ലീഗൽ അഡ്വൈസ്. തീർച്ചയായിട്ടും നമ്മൾ ഒരു എക്സ്പേർട്ടിനെ തന്നെ നമ്മൾ ഇതിനകത്ത് വെക്കണം. ചുമ്മാ ഒരു സോളിസിറ്ററെ കൊണ്ട് വെച്ചിട്ടൊരു കാര്യമില്ല. നമ്മൾ നല്ല ബാരിസ്റ്റേഴ്സിനെ, കഴിവുള്ള ബാരിസ്റ്റേഴ്സിനെ, ഈ ഒരു മേഖലയിൽ കഴിവുള്ള ഒരു ബാരിസ്റ്റേഴ്സിനെ, മുമ്പും കേസ് വാദിച്ചിട്ടുള്ള ബാരിസ്റ്റേഴ്സിനെ നമ്മൾ ഹയർ ചെയ്യണം. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അതിനാണ് നമ്മൾ ഫോറം ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോ ഫോറം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു യൂണിയൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ അതിനെക്കുറിച്ച് ചെക്ക് ചെയ്തപ്പോൾ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഒരു ഫോറം ക്രിയേറ്റ് ചെയ്ത് ഒരു നല്ലൊരു ബാരിസ്റ്റേഴ്സിനെ എടുത്ത് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി നമ്മൾ ഇറങ്ങും തീർച്ചയായിട്ടും. അപ്പോൾ മറ്റാരും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്തു പോകും. അതിന് നമ്മളൊരു ഒരു പരിപാടി നടക്കുന്നുണ്ട്. അത് അടുത്ത വീഡിയോ നമ്മൾ പോവാം. ഓക്കെ, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് ജുഡീഷ്യൽ റിവ്യൂസിന് പോവാം, HRA ക്ലെയിംസ് പോവാം. യു ക്യാൻ ബ്രിങ് എ ഡയറക്റ്റ് ക്ലെയിം അണ്ടർ HRA യൂസിങ് സ്റ്റാൻഡേർഡ് സിവിൽ ക്ലെയിം ഫോം ഇഫ് യു റൈറ്റ് ഹാവ് ബീൻ വയലേറ്റഡ്. നമ്മുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ HRA ക്ലെയിമും ജുഡീഷ്യൽ റിവ്യൂസിന് നമുക്ക് പോകാനുള്ള unlawfulness of how public authority made specific decision ഇതിന് മുമ്പും പോയിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. കുറച്ച് പണി പെടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ നിങ്ങൾ റെഡിയാണ്. ഇത് അവസാനം വരെ കണ്ടാലൊക്കെ കാര്യം നടക്കുകയുള്ളൂ കേട്ടോ. കേസുകൾ കോർട്ടിലേക്ക് പോകുന്നതെല്ലാം എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങൾ വന്നിട്ട് നമ്മൾ ഈ കഥ എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ശരി വളഞ്ഞ ഒരു പരിപാടിയാണെങ്കിലും പറയട്ടെ, തൂറാൻ മുട്ടുമ്പോൾ പറമ്പന്വേഷിക്കാൻ പോയിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ മുഹയിലിറങ്ങുമ്പോൾ പട്ടി ചന്തയ്ക്ക് പോയ അവസ്ഥയാവും. പട്ടി തൂറാൻ പോയി എന്നാ പറയാ. സോറി ഗൈസ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും കൊള്ളാടേ, പറയേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദ സ്ട്രോങ്ങസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൗണ്ട് ടു ഡിഫെൻഡ് യുവർ പൊസിഷൻ ആൻഡ് ചാലഞ്ചസ് എനി retrospective application for these rule centers on the principle of fairness, legitimate expectations and right to private and family life. അത് റിലവൻറ്റ് ഹ്യൂമൻ റൈറ്റ് ഗ്രൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 8 ആണ്. ഓക്കെ, യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്, ECHR. ഇപ്പോൾ ECHR ഇവിടെ സ്ക്രാപ്പ് ചെയ്ത് ഇനിയിപ്പോൾ കുറച്ച് കമൻറ്റ് വരാമോ, ECHR എടുത്ത് കളയാൻ പോകണേ എന്നൊക്കെ പറഞ്ഞു. ഒരു ചുക്കും ഇതുവരെ നടന്നിട്ടില്ല. അത് കൺസർവേറ്റീവ് പാർട്ടി പ്ലാൻ ചെയ്തിട്ട് നടന്നിട്ടില്ല. ലേബർ പാർട്ടി അതിൻ്റെ പുറകെ നടന്നിട്ട് ചേഞ്ച് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അത് അങ്ങനെ തന്നെ കിടക്കുവാണ്. ഓക്കെ, ആർട്ടിക്കിൾ 8 റെസ്പെക്ട് ഫോർ പ്രൈവറ്റ് ആൻഡ് ഫാമിലി ലൈഫ്. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നാട് വിട്ട് UK വരുന്ന സമയത്ത് നിങ്ങൾ നാട്ടിൽ ലോൺ എടുത്ത്, വീട് വിറ്റ്, ഗോൾഡ് വിറ്റ്, നിങ്ങളുടെ കുട്ടികൾ ഉൾപ്പെടെ നിങ്ങൾ UK വന്നു. ഇവിടെ 4-5 വർഷമൊക്കെ താമസിച്ച് കുട്ടികൾ ഇവിടുത്തെ ലൈഫൊക്കെ അഡാപ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത്, തിരിച്ചു വിടുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർ പെട്ടുപോകും. സോ ഈ ആർട്ടിക്കിൾ 8 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് ഇതിനു മുമ്പും 2021 അതിന് മുമ്പൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു നിയമം ഒരിക്കലും ഇപ്പോൾ 10 to 15 years എന്നുള്ളത് ഈ പറഞ്ഞ ആർട്ടിക്കിൾ 8 പ്രകാരം നടപടിയാവാത്ത കേസുകളാണ്. ആർട്ടിക്കിൾ 8 പ്രകാരം മാത്രമല്ല, അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ 14 പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, ഇല്ലെങ്കിൽ ഇൻ കൺജക്ഷൻ വിത്ത് ആർട്ടിക്കിൾ 8 ദ ആർഗ്യുമെന്റ്സ് യു കുഡ് ആർഗ് ദാറ്റ് ദ ന്യൂ റൂൾസ് ആർ ഡിസ്ക്രിമിനേറ്ററി വിച്ച് യു ഡിസ്ക്രൈബ് ആർ റേസിസ്റ്റിക്. ഓക്കെ, അതായത് ഈ ആർട്ടിക്കിൾ 14 പ്രകാരം ഇത് ഡിസ്ക്രിമിനേഷൻ, എന്തൊക്കെയാണ് ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറഞ്ഞേ, അവിടെ 50,000 പൗണ്ടിന് മേലെ സാലറി കിട്ടുന്നവർക്ക് കുറയ്ക്കാം. എന്ത് കുറയ്ക്കാം? PR കാലയളവ് കുറയ്ക്കാം. ഇപ്പുറത്ത് നേഴ്സുമാരും ടീച്ചേഴ്സും ഇനിയിപ്പോൾ ഡോക്ടേഴ്സിനും അവർക്ക് കുറയ്ക്കാം. അതേപോലെ തന്നെ ഫ്രണ്ട് ലൈനിൽ നിന്ന് കോവിഡ് സമയത്ത് ഫൈറ്റ് ചെയ്തിട്ടുള്ള വർക്കേഴ്സാണ് കെയർ വർക്കേഴ്സ്. അതേപോലെ തന്നെ ഓരോരോ മേഖലയിലും കോവിഡ് സമയത്തും അല്ലാത്ത സമയത്തും നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെയൊക്കെ തെളിവ് ഗ്യാദർ ചെയ്യേണ്ടി വരും. അവസാനം വരെ വെയിറ്റ് ചെയ്ത് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കുക. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 3 പ്രൊഹിബിഷൻ ഓഫ് ഇൻഹ്യൂമൻ ഓർ ഡീഗ്രേഡിംഗ് ട്രീറ്റ്മെന്റ് ഇല്ലേ? ഉണ്ട്, അതിനകത്ത്. സോ ഒരുപാട് ലീഗൽ ആർഗ്യുമെന്റ്സ് ഇതിനകത്ത് നമുക്ക് കൊടുക്കാനുണ്ട്. ഓക്കെ,
ഫസ്റ്റ് ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത് കൺസൾട്ടേഷൻസ്. ഇപ്പോൾ ഗവൺമെന്റ് ഹോം ഓഫീസ് കൊടുത്തിട്ടുള്ള കൺസൾട്ടേഷൻസിൽ എല്ലാവരും ചെയ്യണം. നിങ്ങൾ ഹ്യൂമൻ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾ 8ഉം ആർട്ടിക്കിൾ 6ഉം 3 ഒക്കെ ആയിട്ട് നിങ്ങൾ കോർട്ടിൽ പോകുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾ കൺസൾട്ടേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗെറ്റ് ഔട്ട്, നിങ്ങൾക്ക് കിട്ടില്ല, പോ എന്ന് പറയും. സോ അടുത്തത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കൺസൾട്ടേഷൻ ചെയ്യുക, ഗ്യാദർ എവിഡൻസ്. അത് നമുക്ക് അവസാനം സംസാരിക്കാം കേട്ടോ. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഇതിനു മുമ്പ് എത്ര കേസുകൾ നടന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കേസുകൾ നടന്നിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് 357 കേസുകൾ നമുക്ക് അനുകൂലമായിട്ട് വിധി വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിനകത്ത് പ്രോപ്പർ തെളിവുകളും കാര്യങ്ങളും ഇല്ലാത്ത കേസുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ റിജക്റ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീഡിയോ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഓവറോൾ ഇമിഗ്രേഷൻ അപ്പീലിനകത്ത് അറൗണ്ട് അസൈലം അപ്ലിക്കേഷൻസ് ആണ് കൂടുതലും. ഇതേപോലത്തുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ നമ്മുടെ ഇങ്ങനത്തുള്ള കേസുകളൊക്കെ വളരെ കുറവാണ്. ഒരു HSMP എന്ന് പറഞ്ഞൊരു കേസുണ്ട്, അത് നമുക്ക് വരാം, അതിലേക്ക് പോവാം. ഓക്കെ, അതിനകത്തേക്ക് വരാം. അപ്പോൾ അതങ്ങനെ ഒരേ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഏകദേശം 2008, 2009 നടന്നിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ അതിനുശേഷം ഇങ്ങനത്തെ ഒരു കേസ് വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ നോർമലി ഹ്യൂമൻ റൈറ്റ്സിന്റെ അസൈലം ക്ലെയിംസിലൊക്കെ നോക്കി അത് റിജക്ട് ചെയ്യും, എടുക്കേണ്ടത് എടുക്കും. അതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മുടെ കേസ് അങ്ങനെയല്ല. നമ്മൾ ലീഗലായിട്ട് ലീഗലായിട്ട് ഇവിടെ ടാക്സ് പേ ചെയ്ത് ലീഗലായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിറ്റി സർവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്ലിക്കേഷൻസ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് കേട്ടോ, വളരെ വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. പ്രീവിയസ്ലി മോസ്റ്റ് പോപ്പുലർ സിഗ്നിഫിക്കൻറ്റ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ HSMP ഫോറം UK ലിമിറ്റഡ് വാസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ദ ഹോം ഡിപ്പാർട്ട്മെന്റ്. 2008-2009 നടന്നിട്ടുള്ള ഒരു കേസാണ്. ഈ കേസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ കഥ പറഞ്ഞുതരാം. ദിസ് ഇസ് എ ലാൻഡ്മാർക്ക് കേസ് where the High Court and Upper Tribunal ruled in favor of highly skilled migrants. Yes, highly skilled migrants-നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു HSMP ഫോറം എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു ഫോറം ഇവർക്ക് വേണ്ടി, ഇവരുടെ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്തതാണ്. ഇവിടെ ഹൈലി സ്കിൽഡ്, ലോ സ്കിൽഡ് എന്നുള്ളൊരു സംഭവം തന്നെ ഡിസ്ക്രിമിനേഷനാണ്. അത് നമ്മുടെ ആർട്ടിക്കിൾ 14 അതനുസരിച്ചിട്ട് ബ്രീച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആ ഒരു കേസ് ഇവിടെ നടപടിയാവില്ല. ഹൈലി സ്കിൽഡ് ഓർ ലോ സ്കിൽഡ് നമ്മൾ വരുന്ന സമയത്ത് നമ്മളെ ലോ സ്കിൽഡ് വർക്കർ ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹയർ ചെയ്തിട്ടില്ല. അതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ ഇവിടെ ലോ സ്കിൽഡ്, നമ്മുടെ ഇവിടെ ടയർ 2 സ്കിൽഡ് വർക്കർ എന്നുള്ള രീതിയിൽ എല്ലാവരെയും ടയർ 2 സ്കിൽഡ് വർക്കർ എന്നുള്ള ഒരു കാറ്റഗറിക്കകത്താണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇവരിവിടെ വന്ന് ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നതിൽ നമുക്ക് ഉത്തരവാദിത്വമില്ല. നമ്മൾ വരുന്ന സമയത്ത് അങ്ങനെ സംഭവമില്ല. ഇതൊക്കെ കോർട്ടിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഈ HSMP ഹൈലി സ്കിൽഡ് മൈഗ്രന്റ് പ്രോഗ്രാമിനകത്ത് ഇവർ ആ സമയത്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവർക്ക് 4 ഇയേഴ്സിനകത്ത് PR കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ ഇവർ PR കിട്ടണമെങ്കിൽ 5 ഇയേഴ്സേക്ക് ആകണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം അത് റിട്രോസ്പെക്റ്റീവ്ലി ഈ ഒരു സാധനം ഡിമാൻഡ് ചെയ്തു. വളരെ ലോഫുള്ളും അൺഫെയറും ആണെന്ന് ഇവർ കോർട്ടിൽ വാദിച്ചു. ഗവൺമെന്റ് ഈ ഒരു കേസിൽ ഇവരുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കാൻ, എങ്ങനെ തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റും? ഇവർ വിളിച്ചിട്ട് വരുന്നത് നമുക്കും കിട്ടിയപ്പോൾ 5 ഇയേഴ്സിലേക്കാണ്. നമുക്ക് വരുമ്പോൾ ലോ സ്കിൽഡ് വർക്കേഴ്സ് ഇല്ല. നമുക്ക് വരുന്ന സമയത്ത് ടയർ 2 എന്നുള്ള ഒറ്റ ലേബലേ ഉണ്ടായിരുന്നുള്ളൂ. ടയർ 2 സ്കിൽഡ് വർക്കേഴ്സ് ഇല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നില്ല ബോറിസ് ജോൺസൺ ഗവൺമെന്റ് സമയത്ത്. അതുകൊണ്ട് തന്നെ കോർട്ടിൽ പണി പാടും എന്നുള്ളതാണ് ഇതിനകത്ത് ഒരേ ഒരു കാര്യം. ഓക്കെ, അതുപോലെ തന്നെ ഇതേപോലെ തന്നെ ഒരുപാട് കേസുകളുണ്ട്. ഇതിന്റെ നമ്മുടെ എന്താ പറയാ ആർ ഓൺ ദ അപ്ലിക്കേഷൻ ഓഫ് AAA ആൻഡ് ഓർ ഇങ്ങനെ കുറേ കേസുകളുടെ നമ്പേഴ്സും പരിപാടികളൊക്കെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ അപ്ലിക്കേഷൻസ് സ്റ്റേറ്റ് എന്താ പറയുക ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഹോം ഡിപ്പാർട്ട്മെന്റിനെതിരെ 2023 ഫയൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾ 8 പ്രകാരം, ആർട്ടിക്കിൾ 14 പ്രകാരം, ആർട്ടിക്കിൾ 3 പ്രകാരം അങ്ങനെ കുറേ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് തന്നെ HSMP കേസിന്റെ കേസ് ഇത് അത്രയേ ഉള്ളൂ. അതിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് പോയിട്ട് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദ, നമുക്കൊരു യൂണിറ്റി ഉണ്ടാവുമോ എന്നുള്ള ചോദ്യമാണ്. യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങളെല്ലാവരും കാണും. നിങ്ങൾ ഷെയർ, ഇതെൻ്റെ ആവശ്യമല്ല, നിങ്ങളുടെ ആവശ്യമാണ്. എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. എൻ്റെ അടുത്ത വീഡിയോ ഷെയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പശ്ചാത്തപിക്കും. ആ സമയത്ത് നിങ്ങൾ എന്നെ കോൾ ചെയ്തിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ആരുടെയൊക്കെ വീഡിയോ കണ്ടോ ഒരു പ്രശ്നമല്ല, നിങ്ങൾ എല്ലാവരുടെയും വീഡിയോ കണ്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആർഗ്യുമെന്റ്സും പരിപാടികൾ HSMPയുടെ പരിപാടിയൊന്നും ഞാൻ പോകുന്നില്ല.
ആർട്ടിക്കിൾ 18 ECHR വഴിയൊക്കെയാണ് ആർഗ്യുമെന്റ്സ് നടന്നത്. ECHR ഹ്യൂമൻ റൈറ്റ്സിന്റെ അതൊന്നും സ്ക്രാപ്പ് ചെയ്തിട്ടില്ല. അത് ഇപ്പോൾ ദ കോർട്ട് ഡിസിഷൻ ആൻഡ് ഇമ്പാക്ട് HSMPയിൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഔട്ട്കം: ദ court declared the Home Office policy of applying the new rule retrospectively was unlawful എന്നുള്ള രീതിയിലാണ് പറഞ്ഞു കോർട്ട്. ഓക്കെ. റെമഡി: the government was forced to create a new policy and special transitional agreement allowing HSMP migrant who had joined the scheme before the rule changes the apply for ILR after only 4 years under the original less സ്ട്രിംജൻറ്റ് ക്രൈറ്റീരിയ. ഇതാണ് കോർട്ട് റൂളിങ്സ്. സോ കേസ് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ കേസും ഈ കേസുമായിട്ട് എന്താണ് ബന്ധം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ടാവും. യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് ഹാസ് നോട്ട് ബീൻ സ്ക്രാപ്ഡ് എന്ന് ഞാൻ അതും ചെക്ക് ചെയ്തു. ഇനിയിപ്പോൾ നാളെ കുറേ അലവലാദികൾ വന്ന് കമൻറ്റ് ചെയ്യും. ECHR ഇപ്പോൾ സ്ക്രാപ്പ് ചെയ്യുന്നുള്ളൂ. വളരെ ഹാപ്പി ആയിരുന്നു ഞാൻ സ്ക്രാപ്പ് ചെയ്യുന്നതിൽ. പക്ഷേ ഇല്ലീഗലായിട്ട് വന്നവരെയും ലീഗലായിട്ട് വന്നവരെയും ഒരേപോലെ കാണുമ്പോൾ ഞങ്ങളാരും കപ്പൽ വഴി ഇല്ലെങ്കിൽ ബോട്ട് വിളിച്ച് ഇല്ലെങ്കിൽ അവിടെ നിന്ന് ചാടി നീന്തി ഇല്ലെങ്കിൽ ഒളിഞ്ഞും പാത്തും കയറി വന്നല്ല. കഴിഞ്ഞ ദിവസങ്ങൾ ഒരു ചില അപരാധി മോൻ കമൻറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. ഈ റൂള് നിങ്ങൾ ഇന്ത്യക്കാരാ തിരിച്ചു പോകണം. ഇവൻ ഏതോ കാലത്ത് ഇവിടെ വലിഞ്ഞു കയറി വന്ന് ഇവിടത്തുള്ള ഫുഡ് മേടിച്ച് ഇവിടുത്തെ തീറ്റയും തിന്ന് ഇവിടെയുള്ള ആളുകളുടെ പൈസയും മേടിച്ച് അടിച്ച് നടക്കുന്നവനാ ഇവൻ. പണ്ട് ഏതോ സെറ്റിലായ കഴപ്പ് മൂത്തവനാ. അപ്പൊ ഇവൻ ആക്ച്വലി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം തിരിച്ചു പോകണം, ഇത് ഇവരുടെ രാജ്യമാണ്. അതെ, ഇവരുടെ രാജ്യമാണ്. പക്ഷെ ഞങ്ങളാരും ഈ ഒളിഞ്ഞും പാത്ത് വന്നവരല്ല, പൈസ കൊടുത്ത് കയറി വന്നവരാ. ഈ പൈസ കൊടുത്ത് കയറി വന്ന് ഞങ്ങളുടെ പൈസ മേടിച്ച് ഒരു പുട്ടടിച്ചിട്ട് നീ അടക്കം പുട്ടടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചോദിക്കാനുള്ള റൈറ്റ്സ് ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ അതിന് അനുസരിച്ച് പോവുക തന്നെ ചെയ്യും. പലരും വന്ന് പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഞങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് ഞങ്ങൾ കാണിച്ചു തരാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. ഞങ്ങൾ വലിഞ്ഞു കയറി വന്നവരല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ ഡിഫെൻഡ് ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയാനുള്ളത്. ഓക്കെ. ഇമ്പോർട്ടൻറ്റ് പരിപാടി എവിടെയൊക്കെ സ്കിപ്പ് ചെയ്താൽ ഇവിടെ കാണുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ കഴിഞ്ഞ HSMPയുടെ അവർക്ക് പോസിറ്റീവായിട്ടുള്ള വിധി വന്നിരിക്കുന്നത് ആർട്ടിക്കിൾ 8 പ്രകാരമാണ്. നമുക്ക് ആർട്ടിക്കിൾ 8 ഉണ്ട്, നമുക്ക് ആർട്ടിക്കിൾ 14 ഉണ്ട്, നമുക്ക് ആർട്ടിക്കിൾ 3 ഉണ്ട്, ആർട്ടിക്കിൾ 6 അതൊക്കെ കിടക്കുന്നുണ്ട്. കുറേ ആർട്ടിക്കിൾസ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കണം. ഓക്കെ. ഒന്ന്, ഇൻഡിവിജ്വൽസ് ആയിട്ട് നമുക്ക് ഈ ആർട്ടിക്കിൾ ഇല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൗണ്ടിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എസ്റ്റാബ്ലിഷ് പ്രൈവറ്റ് ലൈഫ്. ദീസ് ആർ ദ പില്ലേഴ്സ്. ഓക്കെ, നോട്ട് ചെയ്യുക. ഇതൊക്കെ പില്ലേഴ്സ്, മെയിൻ പോയിന്റ്സ് ആണ്. എസ്റ്റാബ്ലിഷ് പ്രൈവറ്റ് ലൈഫ്, അതായത് നിങ്ങളിവിടെ ഒരു ലൈഫ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൂവ് യുവർ ഇന്റഗ്രേഷൻ എംപ്ലോയ്മെന്റ് പ്രൊഫഷണൽ ലൈഫ് ഇൻ ദ UK സിൻസ് 2021. 2021 ശേഷം നിങ്ങളിവിടെ ലൈഫ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രൂഫുകൾ നിങ്ങൾ ഗ്യാദർ ചെയ്യുക. ഏതൊക്കെ പ്രൂഫുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് റെക്കോർഡ്, കോൺട്രാക്ട്സ് ആൻഡ് പേ സ്ലിപ്സ്, P60s, ഓക്കെ, ടാക്സ് റിട്ടേൺസ് ആൻഡ് NI കോൺട്രിബ്യൂഷൻ റെക്കോർഡ്സ്, അതൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഷോവിങ് കൺസിസ്റ്റന്റ് UK റെസിഡൻസ്, അതായത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ UK റെസിഡൻസ് ആയിട്ട് കാണിക്കുന്നതിന്റെ തെളിവ്. പ്രൂഫ് ഓഫ് അഡ്രസ്, യൂട്ടിലിറ്റി ബിൽ, കൗൺസിൽ ടാക്സ് ബിൽ, ടെനൻസി അഗ്രിമെന്റ്, മോർഗേജ് സ്റ്റേറ്റ്മെന്റ്സ്, ഓക്കെ, റെക്കോർഡ്സ് ഓഫ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്, ക്ലബ് മെമ്പർഷിപ്പ് ആൻഡ് വോളണ്ടിയറിംഗ്. വളരെ ഇമ്പോർട്ടൻ്റാണ്, വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ ഇവിടുത്തെ ക്ലബ്ബുകളിൽ ഇപ്പം നിങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ പോലും സമയം ഉണ്ടാക്കിയേ പറ്റൂ. നമ്മൾ ഇനി ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൗണ്ടിൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലബ് മെമ്പർഷിപ്പുകളോ വോളണ്ടിയറിങ്ങോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എസ്റ്റാബ്ലിഷ് ഫാമിലി ലൈഫ്, നമ്മൾ ഫാമിലി ലൈഫിൻ്റെ നമുക്ക് തെളിവ് വേണം. പ്രൂഫ് ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് ഫാമിലി ടൈസ് ഇൻ ദ UK, ഓക്കെ. ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, പാർട്ട്ണർഷിപ്പ് സർട്ടിഫിക്കറ്റ്സ് വേണം, ഫോട്ടോസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ റെക്കോർഡ്സ് വേണം. അതേപോലെ തന്നെ സ്കൂൾ റെക്കോർഡ്സ്, നഴ്സറി അറ്റൻഡൻസ് ഫോർ ചിൽഡ്രൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിൽഡ്രൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് നമുക്ക് ഹ്യൂമൻ റൈറ്റ് ഗ്രൗണ്ടിൽ പുഷ് ചെയ്യാനായിട്ട്, ഓക്കെ. അതുപോലെ തന്നെ എവിഡൻസ് ഓഫ് ദ ചിൽഡ്രൻ ഇൻറ്റഗ്രേഷൻ, ഫ്രണ്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ്, അവരുടെ ഇവിടുത്തുള്ള അവരെ മാക്സിമം ഇവിടുത്തെ ക്ലബ്ബുകളിലും അവരെ ഇവിടുത്തെ ആളുകളായിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇൻട്രാക്ട് ചെയ്യില്ലെങ്കിൽ അവർക്ക് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള വഴി നമുക്ക് ഒരുക്കി കൊടുത്തേ പറ്റുള്ളൂ. നമുക്ക് പ്രൂഫാണ് അതൊക്കെ, ഓക്കെ. എവിഡൻസ് ഓഫ് റിലയൻസ് ഓൺ ഫാമിലി മെമ്പേഴ്സ്, കെയർ അറേഞ്ച്മെന്റ്സും പരിപാടിയും കാര്യങ്ങളെല്ലാം വേണം. ഇൻ ഹാർഡ്ഷിപ്പ് ആൻഡ് ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി എന്നുള്ള കൊടുത്തിരിക്കുന്നത്, ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി എന്ന് കൊടുത്തിട്ടുണ്ട്. Evidence showing that unique expectational hardship, the proposed change would cause you and your family in critical,
ഓക്കെ. ലെറ്റർ ഓഫ് എംപ്ലോയേഴ്സ്, കൊളീഗ്സ്, ഡീറ്റെയിലിങ്സ്, അതൊക്കെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ. ഇതിപ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കട്ടെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ചിൽഡ്രൻ സ്കൂൾ അബൌട്ട് യുവർ ഇന്റഗ്രേഷൻ, ദ ഡീറ്റെയിൽ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ്സ്, എവിഡൻസ് ഓഫ് റിലയൻസ് ഓൺ 5-year റൂട്ട് എക്സ്പെക്ടേഷൻ, ഈ പറഞ്ഞ പരിപാടിയൊക്കെ കുറേ തെളിവുകളുണ്ട്. അതിനൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സോളിസിറ്റേഴ്സ് ഇപ്പോൾ ഈ ഒരു ഫോറം നമ്മൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ ആ ഫോറം തന്നെ നമ്മൾ ആവശ്യമായിട്ടുള്ള ഒരു സോളിസിറ്റേഴ്സും പരിപാടികളൊക്കെ അല്ലെങ്കിൽ ഒരു ബാരിസ്റ്ററും പരിപാടിയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ. ഗുഡ് ക്യാരക്ടർ ആൻഡ് കംപ്ലൈൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റാ. ഇവിടെ ക്രിമിനൽ കേസുകളൊന്നും ഇതിൻ്റെ ഇടയിലൊന്നും പോയി ചാടരുത്. വണ്ടി കൊണ്ട് എവിടെയെങ്കിലും വെള്ളം അടിച്ച് പോയി ഇടിക്കരുത്. വീട്ടിൽ ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാക്കരുത്. കുട്ടികളെ ഉപദ്രവിക്കരുത്. ഈ കാര്യമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ DBSും പരിപാടിയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൗണ്ടിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നത്. ഞാൻ പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല, കാരണം എനിക്കറിയാം. കാരണം ഞാൻ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ അടിച്ച പോലെ പറയും. അത് വേറൊന്നുമല്ല, ഇപ്പോൾ ഒരുപാട് പേര് നിങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി വീഡിയോ ഇടുന്നുണ്ട്. എനിക്കങ്ങനെ സൂചിപ്പിക്കാൻ വേണ്ടി വീഡിയോ ഇടണ്ട എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള നമ്മുടെ ചാനലിൽ ഉള്ളതുള്ള പോലെ തന്നെ ആയിരിക്കും പറയാം. അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. സോ ഗൈസ്, ഒരു ഹാപ്പി ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷബാന മഹ്മൂദ് ഹോം സെക്രട്ടറി കുറച്ചൊന്ന് വേർക്കും. ഈ ഒരു പാർട്ടി ഈ ഒരു നിയമം കൊണ്ടുവരാൻ വേർക്കും. നമ്മൾ ആരും പബ്ലിക് കൺസൾട്ടേഷൻ മിസ്സാക്കരുത്. പിന്നെ പലരും പറയുന്ന പോലെ നിയമം വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിരിക്കരുത്. അവർക്ക് നിങ്ങളെ പോസിറ്റീവ് മോട്ടിവേഷൻ തന്ന് ലാസ്റ്റ് മൂഞ്ചിക്കൽ പരിപാടിയിലേക്ക് ഇതിനു മുമ്പും പലരും ഈ നിയമങ്ങൾ വരുന്നതിന് മുമ്പൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഞാനിവിടെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഇവിടുത്തെ ഉള്ള ഈ നിയമങ്ങൾ ഇങ്ങനെയാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ വരും അങ്ങനെ വരും എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ ഇരുന്നിട്ട് ആൾക്കാരൊക്കെ പോസിറ്റീവ് നിങ്ങളെ വിളമ്പി അങ്ങോട്ട് പീക്കിലാക്കി അവർക്ക് സബ്സ്ക്രൈബറൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വാരി കൂട്ടി അങ്ങോട്ട് കൊടുക്കും. ലാസ്റ്റ് മൂഞ്ചി കഴിഞ്ഞപ്പോൾ അയ്യോടാ നിയമം വന്നടാ, ഇനി ഇവർക്ക് ആർക്കും വരാൻ പറ്റില്ലടാ എന്ന് പറഞ്ഞ് മൂഞ്ചിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ പൊന്നൂറോ, ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇനി അടുത്ത വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റാണ്. എൻ്റെ ആവശ്യമല്ല, നിങ്ങളുടെ ആവശ്യമാണ് ആ വീഡിയോ കാണുന്നത്.